ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? യെസ് സാർ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് ടെക്നിക്സുകളെ പറ്റിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. സോ 4 ടെക്നിക്കുകൾ എന്ന് പറഞ്ഞു. സിംഗിൾ വോൾ സിംഗിൾ ഇമേജ് ടെക്നിക്, ദെൻ ഡബിൾ വോൾ സിംഗിൾ ഇമേജ്, ദെൻ ഡബിൾ വോൾ ഡബിൾ ഇമേജ്, ദെൻ ഡബിൾ വോൾ സൂപ്പർ ഇമ്പോസിംഗ് ടെക്നിക്. ഇപ്പോൾ ഓരോ ടെക്നിക്കും എപ്പോഴാണ് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഓർമ്മ വേണം. സിംഗിൾ വോൾ സിംഗിൾ ഇമേജിൽ നമ്മൾ പൈപ്പിന്റെ ഇൻസൈഡ് പാർട്ടിൽ സോഴ്സും ഔട്ട്സൈഡിൽ ഫിലിം, അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ സോഴ്സ് ഇൻസൈഡിൽ ഫിലിം ഇങ്ങനെ പ്ലേസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡയമീറ്റർ ഹയർ ഡയമീറ്റർ ആയിരിക്കണം. ലാർജ് ഡയമീറ്റർ ഉള്ള പൈപ്പുകളിലാണ് ഈ സിംഗിൾ വോൾ സിംഗിൾ ഇമേജ് ടെക്നിക്ക് പൊതുവെ ചെയ്യുന്നത്. ദെൻ ഒരു 90 mm വരെയുള്ള ചെറിയ ഡയമീറ്റർ പൈപ്പുകളാണെങ്കിലും മറ്റ് മെത്തേഡുകളാണ് നമ്മൾ നോക്കുക. അതായത് അതിന്റെ ഇൻസൈഡിൽ നമുക്ക് സോഴ്സ് കീപ്പ് ചെയ്യലും അതേപോലെ ഫിലിം കീപ്പ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ സോഴ്സും ഫിലിമും ഒക്കെ നമ്മൾ പൈപ്പിന്റെ ഔട്ട്സൈഡിൽ വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് മെത്തേഡുകളാണ് ഡബിൾ വോൾ മെത്തേഡുകൾ. സോ ഡബിൾ വോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 വോളിലൂടെ റേഡിയേഷൻ കടന്നു പോകും, എന്നിട്ട് ഇമേജ് ഫോം ചെയ്യും. അപ്പം 2 വോളിലൂടെ കടന്നു പോവുകയും ഒരൊറ്റ വെൽഡിങ്ങിന്റെ മാത്രം ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഡബിൾ വോൾ സിംഗിൾ ഇമേജ്. ദെൻ വാട്ട് ഈസ് ഡബിൾ വോൾ ഡബിൾ ഇമേജ് ടെക്നിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സോഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് വെൽഡഡ് ആക്സിസിന്റെ കുറച്ച് മാറിയിട്ടല്ലേ, ആക്സിസിൽ നിന്നും കുറച്ച് ഓഫ്സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സ് കീപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ സർഫസിൽ നിന്നും കുറച്ച് ഹൈറ്റിലാണ് നമ്മളത് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ റേഡിയേഷൻ നമ്മുടെ 2 വെൽഡിങ്ങിലൂടെയും കടന്നു പോകും, 2 വോളിലൂടെയും കടന്നു പോകും. 2 ഇമേജ്, ഒരു ഫിലിമിൽ തന്നെ 2 ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഒന്ന് മേലത്തെ വെൽഡിങ്ങിന്റെയും മേലത്തെ വോളിന്റെയും താഴത്തെ വോളിന്റെയും ഉണ്ടാവും. മേലത്തെ വോളിന്റെ ഒരു ചെറിയൊരു ആർക്ക് പോലെ ഉണ്ടാവുക, താഴത്തെ വോളിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ടാവും. അതാണ് ഡബിൾ വോൾ ഡബിൾ ഇമേജ്. ദെൻ ഡബിൾ വോൾ സൂപ്പർ ഇമ്പോസിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഴ്സ് കീപ്പ് ചെയ്യുന്നത് എക്സാക്ട് വെൽഡിങ് ആക്സിസിന്റെ മുകളിൽ തന്നെയാണ്. ഇത് വെൽഡിങ്ങിന്റെ നേരെ മേലേൽ. അങ്ങനെ വരുമ്പോൾ 2 വെൽഡിങ്ങുകളുടെയും റിസൾട്ട് നമുക്ക് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. സോ ദാറ്റ് ഈസ് സൂപ്പർ ഇമ്പോസിംഗ് ടെക്നിക്. ആൻഡ് ലാസ്റ്റ് ടെക്നിക് ഈസ് റിയൽ ടൈം റേഡിയോഗ്രഫിക് ടെക്നിക്, ഓൾസോ നോൺ ആസ് ഫ്ലൂറോസ്കോപ്പി ഓർ RTR, that is റിയൽ ടൈം റേഡിയോഗ്രഫി. ഫ്ലൂറോസ്കോപ്പി എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ നേരത്തെ പോലെ നമുക്ക് 3 എലമെന്റുകൾ ഉണ്ട്. അതായത് റേഡിയേഷൻ സോഴ്സ് ഉണ്ട്, അതേപോലെ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ഫിലിമാണ്, ഫിലിം ഉണ്ട്, ദെൻ നമ്മുടെ ടെസ്റ്റ് പീസും ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ ഫ്ലൂറോസ്കോപ്പി നടക്കുന്നത് അല്ലെങ്കിൽ റിയൽ ടൈം റേഡിയോഗ്രഫി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് പഠിക്കണം. അപ്പൊ അത് കൺവെൻഷണൽ റേഡിയോഗ്രഫിക് മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ അഡീഷണൽ മെത്തേഡ് എന്തെങ്കിലും നമ്മൾ അതിൽ വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് റിയൽ ടൈം റേഡിയോഗ്രഫി? ഇസ് എ ടെക്നിക് ഇൻ വിച്ച് എക്സ്റേ റേഡിയേഷൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ലൈറ്റ്. അത് നമ്മൾ നേരത്തെ വരെ പറഞ്ഞത് എങ്ങനെയാ, ഒരു സോഴ്സിൽ നിന്നും റേഡിയേഷൻ നമ്മുടെ ടെസ്റ്റ് പീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടെസ്റ്റ് പീസിലൂടെ ഈ റേഡിയേഷൻ പാസ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് അടിഭാഗത്ത് വെച്ച ഫിലിമിനകത്ത് അതിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത്രയായിരുന്നു നമ്മുടെ റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ്. സിംപ്ലി റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, ഈ പറയുന്ന പ്രോസസ്സ് 3 പ്രോസസ്സ് കഴിഞ്ഞിട്ടും പിന്നെയും കുറെ കമ്പണൻസ് ഒക്കെ ഈ ഒരു സിസ്റ്റത്തിലുണ്ട്. റിയൽ ടൈം റേഡിയോഗ്രഫി എന്ന് പറയുന്നത് ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ റേഡിയോഗ്രഫിക് ടെസ്റ്റിങ്ങിന്റെ കൂടെ സംതിങ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതെന്തിനാണ്, എന്താണ് അവിടെ നടക്കുന്നത് അത് നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്റേ റേഡിയേഷനെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഒരു ടെക്നിക്കിനകത്ത് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, നമ്മുടെ ഇതിന്റെ കമ്പണൻസ്, റിയൽ ടൈം റേഡിയോഗ്രഫിന്റെ കമ്പണൻസ് നോക്കാം. സോഴ്സ് ഉണ്ട്, ദെൻ ഒരു ടെസ്റ്റ് പീസ് ഉണ്ട്. ഇവിടെ ഒരു ടെസ്റ്റ് പീസ്, വെൽഡഡ് ടെസ്റ്റ് പീസ്, ഇവിടെ വെൽഡിംഗ് ജോയിന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വെൽഡിംഗ് ജോയിന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈ പ്ലേറ്റിന്റെ 2 പ്ലേറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്ത വെൽഡിംഗ് ജോയിന്റിനെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ വെൽഡിംഗ് ജോയിന്റിനെ മാത്രമേ എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് ആ ഏരിയയിൽ മാത്രമേ റേഡിയേഷൻ വരേണ്ടതുള്ളൂ. അതുകൊണ്ട് ബാക്കി സ്ഥലങ്ങൾ ഞാൻ ഇവിടെ കാണിച്ച പോലെ ഒരു മാസ്ക് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ്. ബാക്കി ഏരിയയിലേക്കൊന്നും എന്ത് വേണ്ട, റേഡിയേഷൻ പോകണ്ട. ആ കൂടെ റേഡിയേഷൻ എനിക്ക് ഈ വെൽഡഡ് ജോയിന്റിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസ്കിംഗ് എലമെന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മാസ്കിംഗ് എലമെന്റും ആയി, നമ്മുടെ ടെസ്റ്റ് പീസായി, സോഴ്സ് ആയി. ദെൻ നമ്മുടെ ടെസ്റ്റ് പീസിന്റെ അടിഭാഗത്തായിട്ട് ഒരു നേരത്തെ നമ്മൾ ഫിലിം വെച്ചതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്.
ഈ പ്ലേറ്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ അതിനകത്ത് കളർ ചേഞ്ച് ഉണ്ടാവും. ആ കളർ ചേഞ്ച് ആണ് നമ്മുടെ ഫൈനൽ ഇമേജ്. ബട്ട് ഈ ഒരു പ്ലേറ്റ്, ദാറ്റ് ഈസ് എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ, അതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ, അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ, ആ പ്ലേറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ സ്ക്രീനിന്റെ മുകളിൽ എക്സ്റേസ് വന്ന് വീണ് കഴിഞ്ഞാൽ വരുന്ന ഇന്റൻസിറ്റിക്ക് അനുസരിച്ച്, എക്സ്റേയുടെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ. കൺവേർഷൻ സ്ക്രീനാണ്. സോ എക്സ്റേസിനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സ്ക്രീൻ. നമ്മൾ നേരത്തെയൊക്കെ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ഈ പ്ലേറ്റിന് പകരം, ഈ ഒരു എക്സ്റേ കൺവേർഷൻ സ്ക്രീനിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആണ്, അല്ലെ? റേഡിയോഗ്രാഫിക് പ്ലേറ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് ഫിലിം ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫിലിമിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു എക്സ്റേ കൺവേർഷൻ സ്ക്രീന് വെച്ചു. സോ നമ്മുടെ ടെസ്റ്റിംഗ് പ്രകാരം സോഴ്സിൽ നിന്നും റേഡിയേഷൻസ് ജനറേറ്റ് ചെയ്ത് വന്ന് നമ്മുടെ വെൽഡിലൂടെ കയറി വെൽഡിങ്ങിന്റെ കാര്യങ്ങൾ, അതിന്റെ ക്രാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഈ വെൽഡിങ് ജോയിന്റിലൂടെ കടന്ന് വന്ന് ഈ എക്സ്റേ കൺവേർഷൻ സ്ക്രീനിലേക്ക് എക്സ്റേസ് എത്തുമ്പോൾ ഇവിടെ ഇപ്പൊ എത്തിയ എക്സ്റേയുടെ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് അയക്കും ആര്? ഈ എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ. സോ ഈ വെൽഡിങ്ങിന്റെ എല്ലാ ഭാഗത്തുകൂടിയും എക്സ്റേസ് വരും. അപ്പൊ അതിനൊക്കെ കറസ്പോണ്ടിങ് ലൈറ്റ് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യും. ഇപ്പൊ ക്രാക്ക് ഉണ്ടെങ്കിൽ ഇന്റൻസിറ്റി നമുക്കറിയാം കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പൊ ക്രാക്ക് ഉള്ള സ്ഥലത്ത് എത്തുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈറ്റ് വരും. എന്തോ ആട്ടെ, ഇവിടുന്ന് ഇപ്പോ എക്സ്റേ കൺവേർഷൻ സ്ക്രീനിൽ എത്തിയ എക്സ്റേസ് ഒക്കെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ കൺവേർഷനാണ്, കൺവേർട്ടഡ് ലൈറ്റ് വേവുകളാണ് ഈ താഴെയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കൺവേർട്ടഡ് ലൈറ്റ് വേവ്സിന് എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു മിറർ വെച്ചിട്ട് ഫോക്കസ് ചെയ്യും. എങ്ങോട്ടേക്കാ ഫോക്കസ് ചെയ്യുന്നത്? ഒരു ക്യാമറ സിസ്റ്റത്തിലേക്കാ, CCTV സിസ്റ്റം. അപ്പൊ ഈ CCTV സിസ്റ്റം എന്ത് ചെയ്യും? നമ്മുടെ ഇവിടുന്ന് വരുന്ന റിഫ്ലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ മിററിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് വേവ്സിനെ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഡിവൈസിലേക്ക് ഇതിനെ അയക്കും. അപ്പൊ ഈ ലൈറ്റ് വേവ്സിനെ ഡിജിറ്റൽ വേവ് ആക്കി മാറ്റുകയും ആ ഡിജിറ്റൽ വേവിനനുസരിച്ചിട്ട് കമ്പ്യൂട്ടർ ഡിസ്പ്ലേ സ്ക്രീനിനകത്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഈ പ്ലേറ്റിനകത്തുള്ള വെൽഡഡ് ജോയിന്റിന്റെ കറസ്പോണ്ടിങ് ഫിഗർ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഒരു സ്ട്രക്ചറൽ ഇമേജ് നമുക്ക് എവിടെ കിട്ടും? ഡിസ്പ്ലേ യൂണിറ്റിനകത്ത് കിട്ടും. അപ്പോൾ കൺവെൻഷണൽ റേഡിയോഗ്രഫിയിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, സോഴ്സും നമ്മുടെ ടെസ്റ്റ് പീസും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഫിലിമും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫിലിമിൽ ഇമേജ് റെക്കോർഡ് ചെയ്യും. ആ ഇമേജ് നമ്മൾ എടുത്തിട്ട് ഫർദർ പ്രൊസീജിയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ബട്ട് റിയൽ ടൈം റേഡിയോഗ്രഫിയിൽ നമ്മൾ ഇവിടുന്ന് സോഴ്സിൽ നിന്നും റേഡിയേഷൻസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പീസിന്റെ സിമിലർ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും, ഡിസ്പ്ലേ ഡിവൈസിനകത്ത് കിട്ടും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പ്ലേറ്റ്, ഈ ഒരു പ്ലേറ്റിന്റെ ടോപ്പ് വ്യൂ എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ ടെസ്റ്റ് പീസിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു പ്ലേറ്റ് ആയിരിക്കും അല്ലെ? രണ്ട് പ്ലേറ്റിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വെൽഡഡ് ജോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സെൻട്രലായിട്ട് ചെറിയൊരു വെൽഡഡ് ജോയിന്റ് ഉണ്ടാവും അല്ലെ? ഈ വെൽഡഡ് ജോയിന്റ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പ്ലേറ്റിന്റെ ടോപ്പ് വ്യൂ ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ ഒരു വെൽഡഡ് ജോയിന്റിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ആരെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വെൽഡഡ് ജോയിന്റിന്റെ ഫിഗർ ആണ് നമുക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടർ ഡിസ്പ്ലേന്റെ അകത്ത് കിട്ടുക. അപ്പോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ വെൽഡഡ് ജോയിന്റിന്റെ ഇവിടെ ഒരു ക്രാക്ക് നിങ്ങൾക്ക് കാണാം. സോ നമ്മളിപ്പോ റേഡിയേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ കറസ്പോണ്ടിങ് ഇമേജ് നമുക്ക് ഫിഗറിൽ ഡിസ്പ്ലേയിൽ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് ഇന്റേണൽ ഡിഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പ്ലേയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. സോ നമുക്കിവിടെ ഫിലിം എടുത്തുകൊണ്ട് വേറെ തന്നെ ഫിലിമിനെ പ്രോസസ്സ് ചെയ്യും, ഫിലിം വെച്ചിട്ട് നോക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് സോഴ്സിൽ നിന്നും റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ലൈവ് വീഡിയോ അല്ലെങ്കിൽ ലൈവ് ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും, റിയൽ ഇമേജ് ഇവിടെ കിട്ടും. നമുക്ക് ഓൺ ടൈമിൽ തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഫിഗർ, ഒരു റിയൽ ഫിഗർ നമുക്ക് കിട്ടും അല്ലെ? ദാറ്റ് ഈസ് റിയൽ ടൈം റേഡിയോഗ്രഫി. അത് നമ്മളിവിടെ വെൽഡഡ് ജോയിന്റിന്റെ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതേ വെൽഡഡ് ജോയിന്റ് ആണ്, റിയൽ വെൽഡഡ് ജോയിന്റ് ആണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കിട്ടിയിട്ടുള്ളത്. അതിന്റെ ക്രാക്കും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. ദെൻ ഇവിടെ സോഴ്സ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സെയിം ടൈമിലാണ് നമുക്ക് ഇവിടെ റിസൾട്ടും കിട്ടുന്നത്. ദാറ്റ് ഈസ് റിയൽ ടൈം റേഡിയോഗ്രഫി. എന്താ ചെയ്തത്? സോഴ്സിൽ നിന്നും റേഡിയേഷൻ പാസ് ചെയ്ത് നമ്മളെ ടെസ്റ്റ് പീസിലൂടെ അയച്ച്
ദെൻ ടെസ്റ്റ് പീസിൽ നിന്നും എക്സിറ്റ് ആകുന്ന എക്സ്റേസിനെ എന്ത് ചെയ്യുന്നു, ഒരു കൺവേർഷൻ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ ലൈറ്റിനെ നമ്മളൊരു CCTV അറേഞ്ച്മെന്റ്, ഒരു ക്യാപ്ചറിങ് ഡിവൈസ്, ക്യാമറ പോലുള്ള ഡിവൈസ് വെച്ചിട്ട് ഈ കറസ്പോണ്ടിങ് ലൈറ്റിനെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുന്നു. ദെൻ ആ ക്യാപ്ചർ ചെയ്ത ലൈറ്റിനെ നമ്മൾ കമ്പ്യൂട്ടർ യൂണിറ്റിലേക്ക്, കമ്പ്യൂട്ടർ സർക്യൂട്ടറി എന്നാൽ അതിന്റെ കൺട്രോൾ യൂണിറ്റിലേക്ക് അയക്കുന്നു. അപ്പൊ ഈ ലൈറ്റ് വേവ്സിനെ എന്താക്കി മാറ്റുന്നു, ഒരു ഡിജിറ്റൽ ഇമേജ് ആക്കി മാറ്റുന്നു. ആ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ഡിവൈസിൽ കാണാൻ പറ്റും. സോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എലമെന്റിന്റെ ലൈവ് വീഡിയോ അല്ലെങ്കിൽ ലൈവ് ഫോട്ടോ നമുക്ക് ഇവിടെ കിട്ടും, ഡിസ്പ്ലേ ഡിവൈസിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു സോഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ പൊസിഷനിൽ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്ക്രീനിൽ ക്രാക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ലൈവായിട്ട് തന്നെ ഇതിന്റെ ക്രാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ കേസിൽ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞത് മുതലുള്ള കേസുകളിൽ നമുക്ക് എങ്ങനെയാ റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ, നമ്മൾ ടെസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇതേപോലെയുള്ള ഫിലിം നമ്മൾ പുറത്തെടുത്ത് എന്നിട്ട് ഫിലിം ഒരു ലൈറ്റ് അടിച്ചിട്ട് നോക്കി എവിടെയൊക്കെയാണ് പ്രശ്നം ഉള്ളതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിനുശേഷം ടെസ്റ്റ് പീസ് എടുത്ത് ഈ പൊസിഷൻ മനസ്സിലാക്കി, ഇങ്ങനെ കുറെ പണിയുണ്ടായിരുന്നു അല്ലെ. നമ്മളിപ്പോ കൈയിന്റെ ഒക്കെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ എക്സ്റേ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ റൂമിൽ പോയിട്ട് എക്സ്റേ എടുത്തു വരും. എന്നിട്ട് ഇതേപോലെ ഒരു ഫിലിമുമായിട്ട് വീണ്ടും ഡോക്ടറെ അടുത്ത് പോകും. എന്നിട്ട് ഡോക്ടർ ഇത് വെച്ചിട്ട് ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്യും എവിടെയാണ് കൈയിന്റെ പൊട്ടൽ വന്നിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം അതിന്റെ സർജറി ചെയ്യും അല്ലെ. അപ്പൊ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കൺവെൻഷണൽ റേഡിയോഗ്രഫിക് മെത്തേഡ്. ബട്ട് റിയൽ ടൈം റേഡിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ റേഡിയോഗ്രഫിക്ക് സോഴ്സിൽ നിന്നും എക്സ്റേ കൊടുക്കുന്ന അതേ മൊമെന്റില് ഈ എക്സ്റേ പാസ് ചെയ്ത് വന്ന സ്ഥലത്തെ വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ഡിവൈസിനകത്ത് കിട്ടും അല്ലെ. ഓൺ ടൈമിൽ തന്നെ റിസൾട്ട് കിട്ടും. പിന്നീട് ഫിലിം എടുത്ത് വേറെ തന്നെ നോക്കി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലെസ് ടൈമിൽ നമുക്ക് ലൈവ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റിയൽ ടൈം റേഡിയോഗ്രഫി. ഇവിടെ ഒരൊറ്റ കാര്യം നടക്കുന്നുള്ളൂ, ദാറ്റ് ഈസ് എക്സ്റേ റേഡിയേഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ്. അതെങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്? ബൈ യൂസിങ് ആൻ എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ. ഓക്കെ, അപ്പോ നമ്മുടെ മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന ഡിഫറെന്റ് ഇന്റൻസിറ്റിയിലുള്ള എക്സ്റേസിന് കറസ്പോണ്ടിങ് സൗണ്ട് ലൈറ്റ് വേവ്സ് ജനറേറ്റ് ചെയ്യും. ആ ലൈറ്റ് വേവ്സിനെ ക്യാപ്ചറിങ് ഡിവൈസസ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യും. ദെൻ കമ്പ്യൂട്ടർ കൺട്രോളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കും, ഒരു ഡിജിറ്റൽ ഇമേജ് ജനറേറ്റ് ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് റിയൽ ടൈം റേഡിയോഗ്രഫി. വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് RTR? Radiation after passing through the material is recorded on a fluorescent screen. Image of test piece is obtained by CCTV and is then amplified by amplification circuits in camera. Then image is processed by a computer and it is displayed on monitor. Having sensitivity, less sensitivity. To get good sensitive image should apply image intensifier equipment. അപ്പൊ ഈ റിയൽ ടൈം റേഡിയോഗ്രഫിയിൽ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെ അതിന്റെ വർക്കിംഗ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് റേഡിയേഷൻ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എന്ത് ചെയ്യും, ടെസ്റ്റ് പീസിലൂടെ പാസ് ചെയ്യും. ടെസ്റ്റ് പീസിലൂടെ പാസ് ചെയ്തതിനു ശേഷം നമ്മുടെ കൺവേർഷൻ സ്ക്രീനിലെത്തും. ആക്ച്വലി ഈ കൺവേർഷൻ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ്. ഈ ഫ്ലൂറസെന്റ് സ്ക്രീൻ എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് പാർട്ടിക്കിൾ ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ്. ഇതേപോലെ ഒരു കുറെ ഫ്ലൂറസെന്റ് പാർട്ടിക്കിൾ ബൈൻഡ് ചെയ്തിട്ടുള്ള പ്ലേറ്റ് ആണ്. ഈ ഫ്ലൂറസെന്റ് ഫിലിമിന്റെ മുകളിൽ നമ്മൾ എക്സ്റേസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്റേസിനെ ഇമ്പാക്ട് ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്റേയുടെ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കൺവേർഷൻ സ്ക്രീൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനാണ് ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഓക്കെ, ഫ്ലൂറസെന്റ് സ്ക്രീൻ. ആ ഫ്ലൂറസെന്റ് സ്ക്രീൻ ആണ് ഇവിടെ എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് റിയൽ ടൈം റേഡിയോഗ്രഫി ടെക്നിക്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ കൺവേർഷൻ ഓഫ് റേഡിയേഷൻ ഇൻടു എന്താണ്, ലൈറ്റ് വേവ്സ് അല്ലെ. ലൈറ്റ് വേവ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ ലൈറ്റ് വേവിനെ നമ്മുടെ CCTV അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ക്യാപ്ചർ ചെയ്യുന്നു. അവിടുന്ന് കമ്പ്യൂട്ടർ സർക്യൂട്ട്, അതായത് കമ്പ്യൂട്ടർ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചിട്ട്, കൺട്രോൾ യൂണിറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ലൈറ്റ് വേവ്സിന് കറസ്പോണ്ടിങ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ലൈവ് ആയിട്ട് അല്ലെങ്കിൽ ഓൺ ടൈം തന്നെ ഒരു റിയൽ ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ദിസ് ഈസ് റിയൽ ടൈം റേഡിയോഗ്രഫി. ബട്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് സെൻസിറ്റിവിറ്റി വളരെ കുറവാണ് എന്ന് പറയുന്നത്. കാരണം എന്തായിരിക്കും? ഇവിടം വരെ ഓക്കെ, സോഴ്സിൽ നിന്നും വന്ന എക്സ്റേ ടെസ്റ്റ് പീസിൽ വന്നു,
എക്സ്റേ കൺവേർഷൻ സ്ക്രീനിലെത്തി, ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇതുവരെ ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രൊസീജിയറിലാണ് ഇതിന്റെ സെൻസിറ്റിവിറ്റിക്ക് പ്രശ്നം വരുന്നത്. അതായത് നമുക്കറിയാം ഈ ലൈറ്റ് വേവിനെ ക്യാമറ പോലുള്ള എലമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുകയാണ് അല്ലെ. അപ്പൊ ലൈറ്റിനെ ക്യാമറ പോലുള്ള ഡിവൈസുകൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട്. ക്യാപ്ചർ ചെയ്യുന്നത്, അതായത് ഇവിടെ ഇപ്പൊ ജനറേറ്റ് ചെയ്ത ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് പ്രൊപ്പോർഷൻ ആയിട്ട് അല്ലെങ്കിൽ അതേ ഇന്റൻസിറ്റി തന്നെ ക്യാമറ ക്യാപ്ചർ ചെയ്താൽ മാത്രമേ എനിക്ക് നല്ല ക്ലിയർ ഇമേജ് ഇവിടെ കിട്ടുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? അത് ഇവിടെ നമ്മുടെ ഈ വെൽഡിംഗ് ജോയിന്റിലൂടെ വരുന്ന വെൽഡിംഗ് ജോയിന്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ലൈറ്റ് വേവ്സ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുക. ഈ ലൈറ്റ് വേവ്സിനെ അതേ ഇന്റൻസിറ്റി തന്നെ ക്യാപ്ചർ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു നല്ല ഇമേജ് കിട്ടുക. നേരെ മറിച്ച് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് നമ്മൾ ഇതേപോലെ ദൂരെയുള്ള ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷനിൽ അല്ലെങ്കിൽ അത്രയും ഇന്റൻസിറ്റിയിൽ ഇയാൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്ന ഒരു ബ്ലറേഡ് ഇമേജ് ആയിരിക്കും അല്ലെ. ഇമേജ് എന്തായിരിക്കില്ല, ഒരു പെർഫെക്റ്റ് ഇമേജ് ആയിരിക്കൂല അല്ലെ. അല്ലേടോ? അപ്പോ കറക്റ്റ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനെ അതേ ഇന്റൻസിറ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അയച്ചാൽ മാത്രമേ എനിക്കൊരു ഹൈ സെൻസിറ്റിവിറ്റി ഫിഗർ അല്ലെങ്കിൽ ഹൈ സെൻസിറ്റീവ് ഫിഗർ എനിക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇമേജ് കിട്ടുള്ളൂ. അപ്പോ അതിനു വേണ്ടി നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇമേജ് ഇന്റൻസിഫയർ യൂണിറ്റ്. ഇമേജ് ഇന്റൻസിഫയർ യൂണിറ്റ്. ഇമേജ് ഇന്റൻസിഫയർ യൂണിറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ CCTVയും അതേപോലെ ക്യാമറ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ലൈറ്റിന്റെ എക്സാക്ട് ഇന്റൻസിറ്റി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം എന്നില്ല. ഇന്റൻസിറ്റി കുറയുന്നതിനനുസരിച്ച് എനിക്ക് കിട്ടുന്ന റിയൽ ടൈം ഫിഗറിന്റെ ആ ഒരു പെർഫെക്ഷൻ, അതിന്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടാനും കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഗെറ്റ് ഗുഡ് സെൻസിറ്റീവ് ഇമേജ് യു ഷുഡ് അപ്ലൈ ഇമേജ് ഇന്റൻസിഫയർ എക്യുപ്മെന്റ്. അപ്പോ റിയൽ ടൈം റേഡിയോഗ്രഫിയിൽ ഇമേജ് ഇന്റൻസിഫയർ എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ റിയൽ ടൈം റേഡിയോഗ്രഫിയിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേസിനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്തു. ബട്ട് ആ ലൈറ്റിനെ ക്യാമറയിലേക്ക് ഫ്രീ ആയിട്ട് വിടുക ചെയ്ത്. അപ്പൊ ഇത്രയും ദൂരം ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴേക്ക് അല്ലെങ്കിൽ ക്യാമറയിലേക്ക് എത്തുമ്പോഴേക്കും കുറെ ഇന്റൻസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജിന്റെ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടും, കുറയും. അപ്പോ ജനറേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇമേജ് ഇന്റൻസിഫയർ ട്യൂബുകൾ ഉപയോഗിക്കുന്നത്. ഇമേജ് ഇന്റൻസിഫയർ ട്യൂബ്സ്. ഇപ്പൊ എന്താണ് ഇമേജ് ഇന്റൻസിഫയർ ട്യൂബ്? ഇമേജ് ഇന്റൻസിഫയർ ഈസ് എ ലാർജ് ഗ്ലാസ് എൻക്ലോസ്ഡ് ഇലക്ട്രോൺ ട്യൂബ്. ഓക്കെ. ഒരു ഇലക്ട്രോൺ ട്യൂബാണ്, ഒരു ഗ്ലാസ് എൻവലപ്പ്, ഒരു ഇലക്ട്രോൺ ഗ്ലാസ് എൻവലപ്പ് ആണ് ഇമേജ് ഇന്റൻസിഫയർ ട്യൂബ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഫംഗ്ഷൻ? Function of image intensifier is to convert radiation to light, then light to electrons, then electrons back to light. ഇത് നമ്മൾ നേരത്തെ ഇവിടെ എക്സ്റേ സ്ക്രീൻ അല്ലെങ്കിൽ കൺവേർഷൻ സ്ക്രീൻ ഉപയോഗിച്ചത് ഇവിടുന്ന് വരുന്ന എക്സ്റേസിനെ കറസ്പോണ്ടിങ് ലൈറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്റൻസിഫയർ ട്യൂബ് എന്ന് പറയുന്നത് അയാളുടെ ഒരു ഫംഗ്ഷൻ ഇതേ ഫംഗ്ഷൻ തന്നെയാണ്, എക്സ്റേ കൺവേർഷൻ. ഇത് വരുന്ന എക്സ്റേസിനെ ലൈറ്റ് ആക്കിയിട്ട് മാറ്റണം. അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നെ അയാൾ എന്ത് ചെയ്തു അറിയോ? ഒന്നാമത്തെ ഫംഗ്ഷൻ ഈസ് ടു കൺവേർട്ട് റേഡിയേഷൻ ടു ലൈറ്റ്, ഫസ്റ്റ് ഫംഗ്ഷൻ. ദെൻ ഈ ഇമേജ് ഇന്റൻസിഫയർ ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ട്യൂബ് ആണിത്. അപ്പൊ ഈ ലൈറ്റിനെ വീണ്ടും ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലൈറ്റ് കൺവേർട്ടഡ് ടു ഇലക്ട്രോൺസ്, ദെൻ ഇലക്ട്രോൺ ബാക്ക് ടു ലൈറ്റ്. കൺവേർഷൻ ചെയ്യുന്ന 3 ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇമേജ് ഇന്റൻസിഫയർ ട്യൂബ്സ്. എന്തൊക്കെയാ ചെയ്തേ? റേഡിയേഷനെ ലൈറ്റ് ആക്കി, ലൈറ്റിനെ ഇലക്ട്രോൺസ് ആക്കി, ദെൻ ഇലക്ട്രോൺസിനെ വീണ്ടും ലൈറ്റ് ആക്കി മാറ്റി. നമുക്ക് അതിന്റെ വർക്കിംഗ് ഫിഗർ നോക്കാം. ഇവിടെ സോഴ്സ് ഉണ്ട്, ഇവിടെ ടെസ്റ്റ് പീസ് ഇതേപോലെ നേരത്തെ പോലെയല്ല ഒരു കുത്തനെ വെച്ചിട്ടാണ്.
ഒരു ടെസ്റ്റ് പ്ലേറ്റ് നിങ്ങൾക്ക് കാണാം, വെൽഡഡ് ജോയിന്റ് ഉണ്ട്. സോഴ്സിൽ നിന്നും റേഡിയേഷൻ വരുന്നു, നമ്മുടെ ടെസ്റ്റ് പീസിലൂടെ കടന്നു പോകുന്നു, വെൽഡിംഗ് ജോയിന്റിലൂടെയൊക്കെ കടന്നു പോകുന്നു. തൊട്ട് പിറകില് നേരത്തെ ഉണ്ടായിരുന്നത് ആരാ? ടെസ്റ്റ് പീസിന്റെ തൊട്ട് പിറകില് എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ ആയിരുന്നു അല്ലെ? അല്ലേടാ? ഇനി ഇവിടെ തൊട്ട് പിറകിൽ വരുന്നത് എക്സ്റേ കൺവേർഷൻ സ്ക്രീൻ അല്ല, നമ്മുടെ പുതിയ ആള്, ദാറ്റ് ഈസ് ഇമേജ് ഇന്റൻസിഫയർ ട്യൂബ്. അപ്പോ ഞാൻ റിവൈസ് ചെയ്യാം. ഇമേജ് ഇന്റൻസിഫയർ ട്യൂബിന് 3 ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സോഴ്സിൽ നിന്നും വന്ന് ടെസ്റ്റ് പീസിലൂടെ എത്തി, ടെസ്റ്റ് പീസും കടന്ന് നമ്മൾ ട്യൂബിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് റേഡിയേഷൻ ടു ലൈറ്റ്. അപ്പോ ഇവിടെ ഇപ്പോ ക്രാക്ക് ഉണ്ടെങ്കിൽ ക്രാക്കിലൂടെയൊക്കെ വരുന്ന ഇന്റൻസിറ്റി, എക്സ്റേ ഇന്റൻസിറ്റി മാറ്റായിരിക്കും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ലൈറ്റ് ഉണ്ടാകും. ഇനി ക്രാക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലത്തൂടെ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ലൈറ്റ് ഉണ്ടാകും. ഫസ്റ്റ് കൺവേർഷൻ നടന്നു, ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് റേഡിയേഷൻ ടു ലൈറ്റ്. ദെൻ സെക്കൻഡ് കൺവേർഷൻ ദാറ്റ് ഈസ് ലൈറ്റ് ഇൻ ടു ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടുന്ന് ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന അതേ മൊമെന്റില് ഇവിടെ ഇപ്പൊ ലൈറ്റ് ഉണ്ടാവുമല്ലോ, എക്സ്റേസിന് കറസ്പോണ്ടിങ് ലൈറ്റ് ഉണ്ടാവുമല്ലോ. ഈ ലൈറ്റിനെ ഇതൊരു ഇലക്ട്രോൺ ട്യൂബ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ഇലക്ട്രോൺ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, ലൈറ്റിനെ ഇലക്ട്രോൺ ഫോമിലേക്ക് മാറ്റും. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലെ? ഇലക്ട്രോൺ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം പരിഹരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ ഇവിടെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു, പക്ഷെ ലൈറ്റിൽ നിന്നും CCTVയിലേക്ക് പോകുന്ന വഴിക്ക് കുറെ ലോസുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഒരു ഫ്രീ സ്പേസിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് പ്രശ്നങ്ങൾ വരാനുള്ള, സിഗ്നൽ ഡിസ്റ്റോർഷൻ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യതകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമേജ് ഇന്റൻസിഫയർ ട്യൂബ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ലൈറ്റ് ജനറേറ്റ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടിപ്പുറത്തുള്ള ക്യാമറ സിസ്റ്റത്തിലേക്ക് എത്തണം. ആ എത്തുന്ന സമയത്ത് ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് ഒരു തരി പോലും കുറവ് വരരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല് ലൈറ്റിനെ ലൈറ്റായിട്ട് അയച്ചില്ല. ലൈറ്റിനെ കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റിന് ഡിസ്റ്റോർഷൻ വരും. അതുകൊണ്ട് ലൈറ്റിനെ, ജനറേറ്റ് ചെയ്ത ലൈറ്റിനെ ഇലക്ട്രോൺസ് ആക്കി കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഇലക്ട്രോണിനോട് പറഞ്ഞു ക്യാമറയിലേക്ക് നീ പോയാൽ മതി എന്നുള്ള രീതിയിൽ ഇലക്ട്രോണിനെ ക്യാമറയിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പൊ ഈ ഇന്റൻസിഫയർ ട്യൂബിന്റെ അതർ എൻഡിൽ ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺ എത്തി. ഓക്കെ, അപ്പൊ ലൈറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ, അതായത് ഇവിടെ നിന്ന് എക്സ്റേസ് വന്ന് നമ്മുടെ ട്യൂബിലെത്തി, ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും എക്സ്റേസിന് കറസ്പോണ്ടിങ് ലൈറ്റ് ആയി. ലൈറ്റിനെ ഉടനെ തന്നെ, ലൈറ്റിനെ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ലൈറ്റിനെ ഇലക്ട്രോൺ ആക്കി കൺവേർട്ട് ചെയ്തു. ദെൻ കൺവേർട്ടഡ് ഇലക്ട്രോൺസിനോട് പറഞ്ഞു ട്യൂബിനകത്തൂടെ നീ സഞ്ചരിച്ചാൽ മതി. അപ്പം ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഈ ട്യൂബിനകത്തൂടെ ട്രാവൽ ചെയ്തു. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്, ഈ ട്യൂബിന്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. അപ്പൊ ഇവിടെ വെച്ച് ഇലക്ട്രോൺസ് ആണ് ഇപ്പൊ മൂവ് ചെയ്തത്, വേറെ ലോസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ എത്തിയ ഈ ഓപ്പോസിറ്റ് സൈഡിലെത്തിയ ഇലക്ട്രോൺസ് ഇതിന്റെ തേർഡ് ഫംഗ്ഷൻ തുടങ്ങും, ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ഇലക്ട്രോൺ ടു ലൈറ്റ്. അപ്പൊ ഇവിടുന്ന് ഈ പോയിന്റിലെത്തിയ ഇലക്ട്രോൺസ് വീണ്ടും ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, നേരെ നമ്മുടെ ക്യാമറ ഡിവൈസിലേക്കാ പോവുക. അപ്പൊ അവിടെ സിഗ്നൽ ഡിസ്റ്റോർഷൻ ഉള്ള സാധ്യതകൾ കുറയുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിനകത്ത് ജനറേറ്റ് ചെയ്ത ലൈറ്റ് എത്രയാണോ, അതിന്റെ ഇന്റൻസിറ്റി എത്രയാണോ, അതേ ഇന്റൻസിറ്റി ലൈറ്റ് ആണ് ഈ ട്യൂബിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ജനറേറ്റ് ചെയ്യുകയും CCTVയിലേക്ക് പറഞ്ഞയക്കപ്പെടുകയും ചെയ്യുന്നത്. CCTVന്ന് പിന്നെ കൺവേർഷൻ യൂണിറ്റ്, അനലോഗ് ടു ഡിജിറ്റൽ, ദെൻ കമ്പ്യൂട്ടർ ഇമേജ് പ്രോസസിങ്, ദെൻ ഡിസ്പ്ലേ ഡിവൈസിൽ ഇമേജ് ജനറേഷൻ. ഇപ്പൊ റിയൽ ടൈം റേഡിയോഗ്രഫിയിൽ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് നോർമൽ റിയൽ ടൈം റേഡിയോഗ്രഫിയിൽ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുകയും ആ ലൈറ്റിൽ ഡിസ്റ്റോർഷൻ ഒക്കെ വരുന്നത് കാരണം നമുക്ക് ഒരു സെൻസിറ്റിവിറ്റി വളരെ കുറഞ്ഞ ഇമേജ് ആണ് നമുക്ക് ഡിസ്പ്ലേയിൽ കിട്ടുക. അപ്പൊ ലൈറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു തരി പോലും നഷ്ടം വരാതെ അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല സെൻസിറ്റിവിറ്റി ഡിസ്പ്ലേ, അല്ലെങ്കിൽ നല്ല സെൻസിറ്റിവിറ്റി ഇമേജ് നമുക്ക് ഡിസ്പ്ലേ യൂണിറ്റ് കിട്ടും. അപ്പോ അതിന്റെ ഇന്റൻസിറ്റിക്ക് ഒരു പ്രശ്നവും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ ഇമേജ് ഇന്റൻസിഫൈങ് ട്യൂബുകൾ ഉപയോഗിച്ചത്. അപ്പം ഇമേജ് ഇന്റൻസിഫൈങ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇലക്ട്രോൺ ട്യൂബ് ആണ്. ഈ ഇലക്ട്രോൺ ട്യൂബ് 3 ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഇൻകമിങ് റേഡിയേഷൻസിനെ ലൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, ഫസ്റ്റ് ഫംഗ്ഷൻ. ദെൻ കൺവേർട്ടഡ് ലൈറ്റിനെ ഓൺ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇലക്ട്രോൺസ് ആക്കി കൺവേർട്ട് ചെയ്യും. ദെൻ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ട്യൂബിനകത്തൂടെ പാസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എൻഡിലെത്തും. ഇവിടെ വെച്ചിട്ട് തേർഡ് ഫംഗ്ഷൻ കൺവേർഷൻ ഓഫ് ഇലക്ട്രോൺ ടു ലൈറ്റ്. സോ
നമ്മൾ ഈ ഒരു പോയിന്റിൽ ജനറേറ്റ് ചെയ്ത അതേ ലൈറ്റ് തന്നെ ഇതിന്റെ ട്യൂബിന്റെ അതർ എൻഡിലും ജനറേറ്റ് ചെയ്യും. അത് ദെൻ CCTV, ദെൻ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ യൂണിറ്റ്, ദെൻ ഇമേജ് പ്രോസസ്സിംഗ് യൂണിറ്റ് കേട്ടോ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസിനകത്ത് കൃത്യമായിട്ട് ഫിഗർ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിന്റെ ഫിഗർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ക്ലിയർ ആണോ? ഇമേജ് ഇന്റൻസിഫൈങ് ട്യൂബിന്റെ ആവശ്യം എന്താണ്? റിയൽ ടൈം റേഡിയോഗ്രഫിയിൽ ഇന്റൻസിഫയർ എലമെന്റിന്റെ ആവശ്യം എന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ലോസസ് കുറക്കാൻ വേണ്ടി അതിനെ ഇലക്ട്രോൺ ബീം ആക്കി കൺവേർട്ട് ചെയ്തിട്ട്. അതെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇന്റൻസിഫൈങ് ട്യൂബിന്റെ ആവശ്യം. അപ്പോൾ വൺസ് നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിന് റിയൽ ടൈം റേഡിയോഗ്രഫി വിത്ത് ഇന്റൻസിഫൈങ് ട്യൂബ് എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ റിയൽ ടൈം റേഡിയോഗ്രഫി എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. വെറും റിയൽ ടൈം റേഡിയോഗ്രഫി ആണെങ്കിലും ഇന്റൻസിഫൈങ് റിയൽ ടൈം റേഡിയോഗ്രഫി ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇനി അല്ല റിയൽ ടൈം റേഡിയോഗ്രഫി മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട ഫിഗർ വെച്ചിട്ട് എഴുതിയാലും മാർക്ക് കിട്ടും. ഇന്റൻസിഫൈങ് റിയൽ ടൈം റേഡിയോഗ്രഫിന്നോ അല്ലെങ്കിൽ ഗുഡ് സെൻസിറ്റിവിറ്റി റിയൽ ടൈം റേഡിയോഗ്രഫിന്നോ അതും അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ വേറൊരു രീതിയിലൊക്കെ ഈ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമുക്ക് ഈ രണ്ട് ഫിഗർ നമ്മുടെ കയ്യിലുണ്ട്, രണ്ടും സെയിം ആണ്. പക്ഷെ ഒന്നിനകത്ത് ഇന്റൻസിഫൈങ് എലമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം റിയൽ ടൈം റേഡിയോഗ്രഫിയുടെ ആൻസേഴ്സ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്റൻസിഫൈങ് റിയൽ ടൈം റേഡിയോഗ്രഫി എന്നോ അല്ലെങ്കിൽ ഗുഡ് സെൻസിറ്റിവിറ്റി റിയൽ ടൈം റേഡിയോഗ്രഫി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. ഒന്നുമില്ല, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. സോഴ്സ്, ടെസ്റ്റ് പീസ്, പിന്നെ നമ്മുടെ ഇന്റൻസിഫയർ ട്യൂബ്. ഈ ട്യൂബിന്റെ 3 ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് റേഡിയേഷനെ ലൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. അവിടുന്ന് തന്നെ ലൈറ്റിനെ ഇലക്ട്രോൺ ബീംസ് ആക്കി അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആക്കി കൺവേർട്ട് ചെയ്യും. ദെൻ ഇലക്ട്രോൺസ് പാസ് ചെയ്ത് ഈ ട്യൂബിന്റെ ഓപ്പോസിറ്റ് എൻഡിലെത്തും. ഈ ഓപ്പോസിറ്റ് എൻഡിൽ നിന്നും കറസ്പോണ്ടിങ് ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈറ്റ് ജനറേറ്റ് ചെയ്തിട്ട് CCTV അല്ലെങ്കിൽ ക്യാമറ സിസ്റ്റത്തിലേക്ക് അയക്കും. ക്യാമറ സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ഡിവൈസിനകത്തേക്ക് എത്തിക്കും. ആ ഡിസ്പ്ലേ ഡിവൈസിനകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പെർഫെക്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇമേജ് ഇന്റൻസിഫൈങ് equipment in real time radiography. What are the advantages? Having high speed, low cost, ability to study moving parts. The limitations: initial cost is high, not portable, special casing and care must be taken. Then applications of real time radiography: laser, capacitors, etc. അപ്പം എവിടെയൊക്കെയാണ് റിയൽ ടൈം റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വെൽഡിംഗ് കേസുകളിലാണ്. ലേസർ വെൽഡിങ്ങിലും EB വെൽഡിങ്ങിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വെൽഡഡ് ജോയിന്റിന്റെ ആ ഒരു മെഷർമെന്റിന് അതിന്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് RTR ടെക്നിക്കാണ്. അതേപോലെ ഇലക്ട്രിക് എക്യുപ്മെന്റിന്റെ കമ്പണൻസിന്റെ ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് RTR മെത്തേഡാണ്. കൺവെൻഷണൽ മെത്തേഡും RTR മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷണൽ മെത്തേഡ് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഫിലിംസ് കിട്ടും, നമുക്ക് ഫിലിംസ് ആണ് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ആ ഫിലിംസ് പിന്നെ നമ്മൾ എടുത്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ. ബട്ട് ഇൻ റിയൽ ടൈം റേഡിയോഗ്രഫി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഓൺ മൊമെന്റ് തന്നെ, ലൈവ് മൊമെന്റ് തന്നെ നമുക്ക് അതിന്റെ ഡിസ്പ്ലേ അല്ലെ അതിന്റെ ഒരു ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ഡിവൈസിനകത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. സോ റിയൽ ടൈം റേഡിയോഗ്രഫിക് ടെസ്റ്റിംഗ് ടെക്നിക്കും ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിച്ചത് 5 ടെസ്റ്റിംഗ് ടെക്നിക്കുകളെ പറ്റിയാണ്. ഏതൊക്കെ 5 ടെസ്റ്റിംഗ് ടെക്നിക്ക്? ഫസ്റ്റ് വൺ വിഷ്വൽ ഇൻസ്പെക്ഷൻ. പറഞ്ഞോളൂ. വിഷ്വൽ ഇൻസ്പെക്ഷൻ. വിഷ്വൽ ഇൻസ്പെക്ഷൻ അല്ലടാ, റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് ടെക്നിക്കിൽ 5 ഏതെല്ലാം? സിംഗിൾ വാൾ, സിംഗിൾ ഇമേജ് ടെക്നിക്, സിംഗിൾ ഇമേജ് ടെക്നിക്, സിംഗിൾ വാൾ, ഡബിൾ വാൾ, ഡബിൾ വാൾ സിംഗിൾ ഇമേജ്, തേർഡ് വൺ ഡബിൾ വാൾ ഡബിൾ ഇമേജ് ടെക്നിക്, ഡബിൾ വാൾ ഡബിൾ ഇമേജ്, പിന്നെ ഡബിൾ വാൾ സൂപ്പർ ഇമ്പോസിംഗ്, ദെൻ ലാസ്റ്റ് വൺ റിയൽ ടൈം റേഡിയോഗ്രഫി. റിയൽ ടൈം റേഡിയോഗ്രഫി തന്നെ ഹാവിങ് ഇന്റൻസിഫയർ ട്യൂബ് ഉള്ള ഒരു ഏതൊരു പ്രശ്നം കൂടി ഉണ്ടല്ലേ. അല്ല, അത് എന്തിനു വേണ്ടിയിട്ടാണ്? സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമൽ റിയൽ ടൈം റേഡിയോഗ്രഫിയുടെ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. കാരണം ജനറേറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ലോസ് വരാനുള്ള സാധ്യത ഉണ്ട്. ആ ലോസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റിസൾട്ടിലും ആ ഒരു പ്രശ്നം കാണിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ?
യഥാർത്ഥ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പണന്റ് ആണ് ഫിലിംസ് എന്ന് പറയുന്നത്. ഇനി അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നമ്മളിപ്പോ സോഴ്സിനെ പറ്റി പറഞ്ഞു. സോഴ്സ് എന്ന് പറയുന്നത് പൊതുവെ എക്സ്റേ സോഴ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഗാമാറേ സോഴ്സും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എക്സ്റേ സോഴ്സ് എങ്ങനെയൊക്കെയാണ്, എക്സ്റേ എങ്ങനെയാ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗാമാ റേസ് എങ്ങനെയാ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ടെക്നിക്കിലെ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഫിലിം എന്ന് പറയുന്ന ആള്. ഫിലിംസ്, നമ്മളെ എക്സ്റേ ഫിലിം അല്ലെ. അപ്പൊ എന്താണ് ആക്ച്വലി ഫിലിം? ഈ ഫിലിമിന് എന്താണ് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വരുന്നത്? ഈ ഫിലിം എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണോ? അതൊക്കെയാണ് ഇനി നമ്മൾ പറയേണ്ടത്. ഫിലിംസ് യൂസ്ഡ് ഇൻ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. ഐ തിങ്ക് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും. അല്ലെ, കണ്ടിന്യൂ ചെയ്യണോ? നെക്സ്റ്റ് ക്ലാസ് പറയാം. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ഹവറിൽ ഇല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇപ്പൊ? ഇല്ലല്ലോ. കഴിഞ്ഞ ഹവറിൽ എല്ലാരും ഉണ്ടല്ലോ അല്ലെ?